സർക്കാരിന് നമ്മളെ വേണ്ടാതായി. വേണ്ടെങ്കിൽ വേണ്ട. എത്ര നാളായി നിങ്ങളെയൊക്കെ ഒന്ന് കണ്ടിട്ട്? ഞങ്ങളും. എന്താ മൂന്നുപേരും വല്ലാതിരിക്കുന്നത്? ഞങ്ങൾ ആ കുഴപ്പത്തിലാ. സർക്കാരിന് ഞങ്ങള് വേണ്ട. ജോലിന്ന് അല്പം വിട്ടു നിൽക്കേണ്ടി വന്നു, അത്ര. എന്തായിരുന്നു ജോലി? സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. എന്നെ ഒന്ന് സഹായിക്കാമോ? തീർച്ചയായും. തീർച്ചയായും. എന്നാലേ നാളെ രാവിലെ എന്റെ വീട് വരെ നിങ്ങൾ മൂന്നുപേരും ഒന്ന് വരാമോ? വരാം. അപ്പൊ പറയാൻ കാര്യങ്ങളൊക്കെ. ശരി ശരി. പോട്ടെ. പൊയ്ക്കോളൂ പൊയ്ക്കോളൂ. പോട്ടെ. പോയിക്കോളൂ പോയിക്കോളൂ പോയിക്കോളൂ. പോട്ടെ. പോയിക്കോളൂ പോയിക്കോളൂ പോയിക്കോളൂ. പോട്ടെ. പോയിക്കോളൂ പോയിക്കോളൂ പോയിക്കോളൂ. തുമ്പൊക്കെ നമുക്കുണ്ടാക്കാം. അമ്മയുടെ ഡ്രസ് ഉണ്ടോ കയ്യിൽ? അമ്മയുടെ ഡ്രസ്സോ? അഡ്രസ് ചെവി കേട്ടൂടെ? അഡ്രസ്? ഇത് കൊള്ളാലോ. അഡ്രസ് ഉണ്ടെങ്കിൽ പിന്നെ അമ്മയെ കണ്ടെത്താൻ നിങ്ങളുടെ സഹായം വേണോ? ഓയ്യോ, അതൊരു പോയിന്റ് ആണല്ലോ. വേണ്ട മളെ, നീ വാ തുറക്കരുത്. അല്ലെങ്കിൽ ഇവൻ കാണിക്കുന്ന മുഴുവൻ മണ്ടത്തരങ്ങൾ. അയ്യോ, ഒരു ബുദ്ധിമാവന്നിരിക്കുന്നു. അതുകൊണ്ടാണല്ലോ സസ്പെൻഷൻ കിട്ടിയത്. അത് നീ മറന്നുപോയോടാ ജഗതി? ഞാനെങ്ങനെ മറക്കും? എന്നെങ്കിലും പോലീസിൽ കടന്നുകൂടണമെന്നാണ് എന്റെ ആഗ്രഹം. എങ്ങനെ മാനേജ്? ഇനി എന്താ നിങ്ങളുടെ പ്ലാൻ? സോറി ശാലിനി, ഞങ്ങളത് ശാലിനിയോട് പോലും പറയില്ല. കാരണം ശാലിനിക്ക് അതേ കുറിച്ച് അറിയാമല്ലോ. എന്തേ? അഡ്ജസ്റ്റ് ചെയ്തു. അതിലുമില്ല. കോഫി വേറെ കൊണ്ടുവരാൻ ഞാൻ പറയാം. നിങ്ങൾക്ക് പണം ആവശ്യമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ പണത്തിന്റെ ആവശ്യമില്ല. ഞങ്ങൾക്ക് പണത്തിന്റെ ആവശ്യമില്ല, പഴത്തിന്റെ ആവശ്യമുണ്ട്. അങ്ങോട്ട് വരട്ടെ. രണ്ടെണ്ണം. കാളകൂടം ദിനപത്ര ആപ്പീസ്. വാളിയാ എന്താ എന്താണ് ഇത്? അയ്യോ, എന്താ അകത്ത്? അതെ, ഈ വാതലിന്റെ കുഴപ്പമാ. ഈ കാലമോടെ ഇവിടെ ഉണ്ടാവും പറഞ്ഞിട്ട് അവൻ എവിടെ പോയി? ആ പുല്ലിൽ നിന്ന് കഴുത പ്രവചിച്ച എത്ര കറക്റ്റ്. മ്യാളയെ നമുക്ക് പോകാം. അപ്പോ ഞാനെന്ത് വേണമെന്നാണ് പറയുന്നത്? എനിക്ക് ഒരാളെ പറ്റി കുറച്ച് വിവരങ്ങൾ അറിഞ്ഞാൽ കൊള്ളാം. അങ്ങനെ വരുന്നവർക്കെല്ലാം എല്ലാവരെ പറ്റി വിവരങ്ങൾ പറഞ്ഞു കൊടുക്കാനല്ല ഞാനിവിടെ ഇരിക്കുന്നത്. അതിന് വിവരം വേണമല്ലോ. താനെന്ത് പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ല. എനിക്ക് ഈ ലോക്കറ്റ് കാണുന്ന സ്ത്രീയെ കുറിച്ചുള്ള വിവരങ്ങളാണ് അറിയേണ്ടത്. ഞാനെന്താ വിവാഹ ദല്ലാളാണെന്ന് കരുതിയോ? എന്റെ പൊന്ന് സാറേ, എന്റെ സമയം കളയാതെ തൽക്കാലം ഒരു വിവാഹ ദല്ലാളങ്ങ് ആയേക്ക്. ഇവരെ പറ്റിയുള്ള വിവരങ്ങൾ പറഞ്ഞു തന്നാൽ ഞാൻ സാറിന് ഒരു ഉഗ്ര സാധനം പറഞ്ഞുതരാം. ഫ്ലാഷ് ചെയ്യാൻ പറ്റിയ സാധനം, സചിത്ര സഹിതം. ഇപ്പോഴുള്ള നക്കാപ്പിച്ച കോപ്പികൾക്ക് വരെ ലക്ഷക്കണക്കിന് കോപ്പികൾ വെക്കാം. സാറിന് ഒരു പൈങ്കിളി ലെവലിലേക്ക് വരാം. ഇവർ വർഷങ്ങൾക്ക് മുമ്പ് പ്രസിദ്ധ നടിയായിരുന്നു എന്ന് മാത്രം അറിയാം. വേറൊന്നും അറിയില്ലേ? ഇല്ല, വേറൊന്നും അറിയില്ല. ഓഹോ, അപ്പൊ എനിക്ക് തരാന്ന് പറഞ്ഞ ന്യൂസ്? അതെ, ന്യൂസ് എന്തെങ്കിലും ഉണ്ടാവട്ടെ മിസ്റ്റർ, അപ്പൊ തരാ. ന്യൂസ് ഞാനെന്താ ന്യൂസ് പോക്കറ്റ് ഇട്ടോണ്ട് നടക്കുന്ന? ന്യൂസ് ഇയാൾക്ക് ലൂസാ. ഹലോ, പ്രഭാകരൻ. അവർ 3 പേരും അവിടെ വരുന്നത് തടയണം. അതിന് നിങ്ങൾ തയ്യാറെടുത്തിരിക്കണം. യാതൊരു കാരണവശാലും ജീവനോടെ വിട്ടേക്കരുത്. ഓക്കെ?
ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. നിനക്ക് എന്ത് പറ്റിയടാ പപ്പു? എന്തു പറ്റി ആശാനെ? അതിന് താത്തിട്. അതല്ല, മറ്റേത് നോക്ക്. സിസ്റ്റർ വരുന്നു. മര്യാദയ്ക്ക് ശബ്ദം ഉണ്ടാക്കാതെ ഞാൻ കിടന്നോളണം. പപ്പ വിഷമിക്കണ്ട. ഇയാൾ പിടിച്ച് ആട്ടിയതുകൊണ്ടല്ലേ ഒരു കാല് പൊങ്ങിയും മറ്റേ കാല് താങ്ങും ഇരിക്കുന്നത്. ഡോക്ടർ തൂക്കിയിട്ടതുപോലെ ഞാൻ തൂക്കിയിട്ടേരാം. പപ്പു ആശാനെ വിട്. പപ്പു വിട്. എന്തമ്മ സിസ്റ്ററെ? ആളെ എന്താ? ഈ കുഴല് വിട്ട് കിടക്കുന്നു. അയ്യോ ഇത് ആരാ പിടിച്ചേ? പേടിക്കണ പപ്പു, അനങ്ങല്ലേ മിണ്ടല്ലേ. അയ്യോ ഇത് മൂക്കിലാണോ വായിലാണോ വെക്കേണ്ടത്? മോഖം വെക്കാൻ പറ്റില്ല, വായി തന്നെ വെക്കാം. കടിക്കരുത് കടിക്കരുത്. ഒട്ടിക്കട്ടെ. വെക്കട്ടെ. കടിക്കല്ലേ കടിക്കല്ലേ. മോഹനല്ല, വായെ തന്നെ. നീ കടിക്കല. അങ്ങനെയല്ല വെട്ടെ, ഞാൻ ഒട്ടിക്കാം. മിണ്ടല്ലേ, അനങ്ങല്ലേ. ഇനി തുറന്നോ ഫുള്ളായിട്ട്. അയ്യോ 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 വായു വായു ഓക്സിജൻ കയറി. ഓക്സിജൻ അയ്യോ ഏത് വാർഡ് നേഴ്സം, ഇവിടെ വീട് നേഴ്സം, അപ്പൂനെ സുഖമില്ല. വരൂ. ഐ ആം റിയലി സോറി. സംഭവം അറിഞ്ഞ ഹോസ്പിറ്റലിൽ എത്തിയപ്പോ നിങ്ങൾ സ്ഥലം വിട്ടു എന്ന് പറഞ്ഞു. ഇപ്പൊ എങ്ങനെയുണ്ട്? അങ്ങനെയൊന്നുമില്ല. ഈ ശരീരത്തിൽ റോഡിഞ്ചും കയറി ഇറങ്ങിയ പോലെ തോന്നല്. അതെന്താ അങ്ങനെ? ഒന്നുമില്ല, ഒന്ന് രണ്ട് എല്ലുകൾ അകത്ത് ലൂസായി കിടക്കുന്നുണ്ടോ എന്നൊരു തോന്നല്. പപ്പുവേ അതെല്ലാം പോട്ടെന്ന്. ഏതെല്ലാം പോട്ടെന്ന്? എന്റെ എല്ലുകളൊക്കെ ഓടിച്ച് പോട്ടേന്നു. ഇപ്പൊ പോകാനെന്തിരിക്കുന്ന എല്ലാം പോയില്ലേ? എല്ലൊന്നും പോകാത്തത് പോലെ. എന്നാ പിന്നെ ഇതൊന്ന് പോട്ടെ. ഒരു ഗോസ്റ്റ് വന്ന് നിൽക്കുമ്പോഴാണോ? ഗസ്റ്റ് എവിടെ? സോറി ശാലിനി, ഇരിക്കും. അയ്യോ